ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാർ ബ്രാൻഡുകളിലൊന്നാണ് ഫോക്സ് വാഗൺ. മുൻകാലത്ത് ഉയർന്ന പരിപാലന ചെലവിന്റെ പേരിൽ പഴികേട്ടിരുന്ന ബ്രാൻഡിന്റെ കാറുകൾ ഇപ്പോൾ ഇന്ത്യക്കാർ ധൈര്യപ്പെട്ട് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ 2.0 സ്ട്രാറ്റജി കീഴിൽ കൊണ്ടുവരുന്ന കാറുകൾ മികച്ച വിൽപ്പനയാണ് നേടുന്നത്. ജർമ്മൻ എഞ്ചിനീയറിംഗിനൊപ്പം മികച്ച ഫീച്ചറുകളും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമുള്ള കാറുകൾ ഫോക്സ് വാഗൺ ഷോറൂമുകളിൽ വീണ്ടും തിരക്ക് അനുഭവപ്പെടുത്തുകയാണ്. ജർമ്മൻ ബ്രാൻഡ് പുറത്തിറക്കുന്ന മിഡ് സൈഡ് SUV ആണ് ടൈഗൂൺ. നിങ്ങൾ ഒരു ഫോക്സ് വാഗൺ ടൈഗൂൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കമ്പനി ഇപ്പോൾ SUV-യുടെ വിലയിൽ ചില്ലറ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏകീകൃതമായ വില പരിഷ്കാരമല്ല ഇപ്പോൾ ടൈഗൂണിന് വരുത്തിയിട്ടുള്ളത്. ചില വേരിയന്റുകൾ കൂടുതൽ താങ്ങാനാകുന്നതായി മാറിയപ്പോൾ ചില വേരിയന്റുകളുടെ വില വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട്. ടൈഗൂണിന്റെ തിരഞ്ഞെടുത്ത വേരിയന്റുകളുടെ വില വൻതോതിൽ വെട്ടിക്കുറച്ചുവെന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെഗ്മെന്റിൽ കടുത്ത മത്സരം നടക്കുന്നതിനാൽ കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനാണ് ഫോക്സ് വാഗൺ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ടൈഗൂൺ ഹൈലൈൻ 1.0 ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഏറ്റവും വലിയ മാറ്റം. ഈ വേരിയന്റിന് ഇനി മുതൽ 1.43 ലക്ഷം രൂപ കുറച്ചു മുടക്കിയാൽ മതി. ഇതേ വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷനൊപ്പം വരുമ്പോൾ 88,500 രൂപ വിലക്കുറവിലും ലഭിക്കുന്നുണ്ട്. സാധാരണയായി ഇന്ത്യൻ വിപണിയിൽ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ഉയർന്ന വിലയാണ്. ഈ സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകളുടെ വില വെട്ടിക്കുറച്ചത് ടൈഗൂൺ ഹൈലൈൻ ഉപയോക്താക്കൾക്ക് കൂടുതൽ ആകർഷകമായ ഓപ്ഷനായി മാറുന്നുണ്ട്. അതേസമയം ഈ വിലക്കിഴിവ് ബ്രാൻഡ് മുഴുവൻ ലൈനപ്പിലേക്കും വ്യാപിപ്പിച്ചിട്ടില്ല. ഈ പരിഷ്കരണങ്ങളിൽ GT 1.5 MT, GT 1.5 DST എന്നിവ വില മാത്രമാണ് മാറ്റമില്ലാതെ തുടരുന്നത്. ടൈഗൂണിന്റെ മറ്റു വേരിയന്റുകളുടെ വില 13,000 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വില വർദ്ധിപ്പിച്ചതല്ലാതെ കാറിൽ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. 1.0 ലിറ്റർ, 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഫോക്സ് വാഗൺ ടൈഗൂൺ വരുന്നത്. ഇതിൽ 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 115 PS പവറും 178 Nm പീക്ക് ടോർക്കും നൽകുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കരുത്തുറ്റ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 150 PS പവറും 250 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ. ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ പുതുക്കിയ വിലകൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോള്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, 6 എയർ ബാഗുകൾ, വെന്റിലേറ്റഡ് പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ, ഒരു സൺറൂഫ് തുടങ്ങിയവയാണ് ഫോക്സ് വാഗൺ ടൈഗൂണിലെ ചില പ്രധാന സവിശേഷതകൾ. ഫോക്സ് വാഗണുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ നോക്കിയാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലഭ്യമായ ടിഗുവാൻ R ലൈന് ഈ മാസം ഇന്ത്യൻ വിപണിയിൽ എത്താൻ പോവുകയാണ്. ലോഞ്ചിന് മുന്നോടിയായി കാറിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് 25,000 രൂപ ടോക്കൺ തുക നൽകി ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. 2025 ഏപ്രിൽ 14-നായിരിക്കും വാഹനം ഇന്ത്യൻ വിപണിയിലെത്തുക. പ്രീമിയം മോഡൽ ആയതിനാൽ തന്നെ പരിമിതമായ എണ്ണത്തിൽ മാത്രമായിരിക്കും ടിഗുവാൻ R ലൈന് അവതരിപ്പിക്കുക. CBU റൂട്ടിൽ വരുന്നതിനാൽ ഏകദേശം 55 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ വരവിന് ശേഷം ഗോൾഫ് GTI പെർഫോമൻസ് ഹാച്ച്ബാക്കും കമ്പനി പുറത്തിറക്കും.